നമസ്കാരം. വീണ്ടും മണിപ്പേച്ചു മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഞായറാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട സമയമാണ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സർ. സർ അടുത്തത് വന്നിട്ട് കുറച്ച് ഷെയർസ് സാർ പറയുവാണെങ്കിൽ ഒക്കെ അത് വളരെ ഉപയോഗമായിരിക്കും. ഓക്കെ. TCS 18P. എന്നായിരിക്കുന്നു. ഇന്ന് ഇറങ്ങുവാണെങ്കിൽ ഇന്നും കൺസിഡർ ചെയ്യാം. അവസരം കിട്ടുന്ന സമയം 1, 2 എന്ന് എടുക്കാം. മുമ്പേ ഞങ്ങൾ സംസാരിക്കുമ്പോൾ PCSനെ കുറിച്ച് ചോദിക്കുമ്പോൾ ടു കോസ്റ്റ്ലി എന്നൊക്കെ പറഞ്ഞായിരുന്നു. നിറഞ്ഞൊരു 3-4 മാസത്തിന് മുമ്പ് പറഞ്ഞിരിക്കും. രൂപയ്ക്ക് താഴെ 3000 രൂപയ്ക്ക് മുകളിൽ. ഡേ സിനാരിയോ തന്നെ. സർ LNT 32 അറൗണ്ട് 30 നോക്കിയാൽ സാർ അത് ഇറങ്ങിയിട്ടുണ്ട്. നോക്കുന്ന മുമ്പ് പെട്ടെന്ന് കേട്ടിരിക്കുന്നു. ഈ 9ന്റെ അടുത്ത് വന്നു എന്ന് തോന്നുന്നു സാർ. ഹാക്കി എടുത്തുകൊണ്ട് ഓടണം. വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹാക്കി ബോൾ ബാറ്റിൽ പടണ മുമ്പേ നമ്മൾ പിടിക്കണം. അവർ തൂക്കുമെന്ന് സാറ് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്നാൽ TCS വന്ന് 80 എന്ന് ഇരുന്നപ്പോൾ നിങ്ങൾ വന്ന് കൺസർവേറ്റീവ് ആയിട്ടല്ലേ ഇരുന്നത്. ഈവൻ നൗ കൺസർവേറ്റീവ് ആണ്. ലെന്തിക്കുമോ സാർ? പടന്നൊരു 20% വിലുവാണെങ്കിൽ നന്നായിരിക്കും. 12% വിലുന്നപ്പോൾ നിങ്ങൾ ആശയ്ക്ക് 1-2 അതെ. ഓക്കെ സാർ. ഓക്കെ സാർ. ഭയങ്കര വർഷം കൊണ്ട് ഞാൻ ഡിവിഡൻഡ് വാങ്ങുന്നു. പാവം നായക്ക് അവർക്ക് 90 വയസ്സിൻ്റെ അടുത്തായി. ഇരിക്കുന്ന സമയം ഇതിനെ വാങ്ങി തേങ്ങ പറയാമെന്ന് വിചാരിച്ചു വച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഒരു വിഷയം മനസ്സിലാക്കി. സാർ ആവറേജ് ചെയ്യുന്നു, ഞങ്ങൾ ഷെയർ വാങ്ങുന്നു. അവറേജ് ഒന്നും ചെയ്യുന്നില്ല. 5 വർഷമായിട്ട് LNT കൺസിഡർ ചെയ്യുന്നില്ല. ദൂരെ താങ്ക്സ് ഗിവിംഗ് വയ്ക്കാം. ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ഗേറ്റ് വേ പോലത്തെ ഒരു ഫീൽ. ഞാൻ ഗേറ്റ് വേ ഒന്നുമല്ല, വളരെ കോസ്റ്റ്ലിയാണ്. ഓക്കെ സാർ, ഫൈൻ. സാർ IDFC സാർ 5% വിളുന്നിരിക്കുന്നു. ഇപ്പോൾ മാഗസീനിൽ ഒരു നല്ല ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഒരു ടെക്സ്റ്റ് ബുക്ക് കേസ് ഓഫ് PR മാനേജ്മെന്റ്. എനിക്കറിയത്തില്ല കറണ്ട് റേറ്റ് എന്താണെന്ന്. 70. യു ആർ ലുക്കിംഗ് ഫോർ എ വെരി ലോങ് ടേം. ദ വെരി ഗുഡ് തിങ്. ലോങ് ടേം എന്ന് പറയുന്ന ഒരു 10-20 years. 10 years. വാട്ട് ഇറ്റ് കുഡ് ബി സർ IDFC? ഇത് വന്നിട്ട് ഇന്ത്യസ് വൺ ഓഫ് ടോപ്പ് 5 ബാങ്ക്സ്. സോ എന്റെ ചോദ്യം എന്നു വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു 100 IDFC വെച്ചിരിക്കുന്നു, കുറച്ചാ വാങ്ങി റേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. സാർ റേറ്റ് വേണ്ട. ആസ് ഗുഡ് ആസ് ICICI ആൻഡ് HDFC. അതായത് ഞാൻ എന്ത് ചോദിക്കുന്നാൽ ഇപ്പോ എന്റെ 100 ഷെയർ എന്ന് പറയുന്നത് 1000 ഷെയറാ മാറുമോ? 1000 ഷെയർ ആയിട്ട് മാറും. അല്ലെങ്കിൽ വാല്യൂ വളരെ സ്ട്രോങ് ആയിരിക്കാം. ഷെയർ ഈ വാല്യൂ ഇസ് വെരി ഹൈ, ബട്ട് നമ്പർ ഓഫ് ഷെയർസ് കൂടിയില്ല. ഇത് 57 or 58. Vaidyanathan. Vaidyanathan will be around for 12 years. When Vaidyanathan beats, it will have a decent value. ഒരു ഷെയർ എന്ന് പറയുന്നത് ഒന്നി 1000 ഷെയറാ മാറേണ്ട ചാൻസ് ഇരിക്കുന്നു, അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കേണ്ട പോസിബിലിറ്റീസ് ഇരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് സാർ. ഓക്കെ സാർ, ഫൈൻ. It will be a multi-bagger. അവൻറ്റി എന്ന് പറയുന്നത് ഈ പ്രൈസ് ടു ബുക്കിംഗ് സപ്പോസ് ടു ബി ഗുഡ് അല്ലേ? അതെ. ഓക്കെ സാർ. ഓക്കെ. അടുത്തത് വന്നിട്ട് ശ്രീറാം ഫിനാൻസ്. ഓണർഷിപ്പേ അറിയാൻ പറ്റുന്നില്ല. മുറ്റോമൈന വിൽക്കുവാണെങ്കിൽ എനിക്ക് ഓക്കെ. രാജൻ എങ്ങനെയെന്ന് നോക്കിയാൽ അവർക്ക് 87 വയസ്സാവുന്നു. ഇത്ര വിഴുങ്ങണം, ഇല്ലെങ്കിൽ മെലി തുപ്പണം. അവരെ കൊണ്ട് രണ്ടും പറ്റുന്നില്ല. ഈ പയ്യന്മാരെടുത്ത് കൊടുത്ത് കമ്പനി നടത്തുക എന്ന് പറയണം. ഇനി കമ്പനിയെ വിറ്റുകൊണ്ട് പോകണം. അല്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്തു, എംപ്ലോയി ട്രസ്റ്റ് വെച്ചിരിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണത് നല്ലതല്ല. ഞാൻ ഇന്ന് സുമിറ്റോമനെ വിറ്റു, നാളെ വിറ്റില്ല, ഇത്തെ കാര്യമൊന്നും പാടില്ല. അവർക്ക് വയസ്സായി. സാർ സുമിറ്റോമയെ കുറിച്ച് പറഞ്ഞ കാരണം എക്സ് ബാങ്കിനെ കുറിച്ച് ഒരു ചോദ്യം. സുമിറ്റോമ തന്നെയാ സാർ. മിറ്റെ സുമിറ്റോമോ? യെസ് ബാങ്ക് സുമിറ്റോമ കാശ് ഇട്ടിരിക്കുന്നു. ഇന്നും അകത്ത് വന്നില്ല. അകത്ത് വന്ന് ക്ലീൻ അപ്പ് ചെയ്യാൻ നോക്കുന്നു. ശ്രീറാം ഫിനാൻസിന് കൊടുക്കുവാണെങ്കിൽ യെസ് ബാങ്കും ശ്രീറാം ഫിനാൻസും അവർ കൊടുത്തില്ലല്ലോ. തങ്കി കൊടുത്ത് അവർ ടേക്ക് ഓവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസം എടുക്കും. അതായത് ഞാൻ എന്ത് പറയുന്നു എന്നാൽ യെസ് ബാങ്ക് വന്നിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട്, അതായത് IDFC ഈസ് വെരി ആക്റ്റീവ്. ഇത്രയും എഫക്റ്റ് ആയിട്ട് ആക്റ്റീവായിട്ട് മാർക്കറ്റിലില്ല. അതെ സാർ. അപ്പോഴാണ് അതങ്ങനെ ആക്റ്റീവ് ആണോ അപ്പോൾ ഓക്കെ. കാരണം ബാങ്ക് മോശമെന്ന് ഞാൻ പറയുന്നില്ല. വണ്ടി വന്നിട്ട് ഒരുപാട് ദിവസം ഒരു സൈഡിൽ നിർത്തി വേണമെങ്കിൽ അറ്റൊക്കെ ഡ്രെയിൻ ആവും. ആ വണ്ടിയെ പിന്നെ തള്ളി തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാലങ്ങളിലൊക്കെ വണ്ടിയെ തള്ളാൻ പറയും. അന്ന് തള്ളി ഗിയറിട്ട് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ വണ്ടി ഓടും. ശേഷം ബാറ്ററി ചാർജ് ആയതിൻ്റെ ശേഷം തന്നെ ഒരു 70-80 കിലോമീറ്റർ അത് ചെല്ലും. ബാങ്കിൽ നിന്ന് നിങ്ങൾ എന്ത് എതിർനോക്കുന്നു എന്നാൽ അത് വളരെ ചീപ്പായിരിക്കുന്നു. ഉടനെ ടോപ്പ് ഗിയറിൽ വണ്ടി ഓടുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നു. ഗിയറിൽ ഓടാൻ 3-4 വർഷം എടുക്കും. 20 രൂപ റേഞ്ചിൽ ഇരിക്കുന്നത് ഞങ്ങൾ വാങ്ങി വെച്ചാൽ 200 രൂപയ്ക്ക് പോകും. അത് പോകില്ല. അതാണ് ഞാൻ പറയാൻ വന്നത്. ഓക്കെ സാർ. ഈ ഇൻക്രിമെന്റ് കുറിച്ച് സാർ പറഞ്ഞപ്പോൾ 7% തന്നെ വേജ് ഇൻക്രിമെന്റ് ഇരിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. 5% കൂടെ ഇരിക്കാം. ഓക്കെ സാർ. 5% ഇൻക്രിമെന്റ് പറഞ്ഞതിനെ വെച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഇന്നിരിക്കുന്ന ഇൻഫ്ലേഷനെ ഓവർടേക്ക് ചെയ്യണോ?
എന്ത് സാർ ഇങ്ങനെ വടിവേലി കാണിക്കുന്ന പോലെ കാണിച്ചിരിക്കുന്നു? ഞാൻ എന്ത് പറയാൻ വരുന്നു എന്നാൽ യു ഹാവ് ടു ഡെവലപ്പ് യുവർ സ്കിൽസ്. സി അല്ല, ചെയ്യുന്ന ജോലി തന്നെ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ തന്നെ ഈ 5%, ഇഫ് യു എക്സ്പാൻഡ് യുവർ സ്കിൽസ് യു വിൽ ബി മോർ വാല്യുബിൾ ടു യുവർ ഓർഗനൈസേഷൻ. ഇപ്പൊ എന്റെ ആവശ്യത്തിനുള്ള കാശ് ഓക്കെ, പറഞ്ഞ ഇപ്പൊ 5% വന്നിട്ട് എക്സ്ട്രാ എന്ന് പറയുമ്പോൾ കുറെ പോലെ ഇടാനേ പറ്റില്ല. അതെങ്ങനെ ഇരിക്കും? 5% പറ്റാക്കുറയാ തന്നെ ഇരിക്കും. ഇൻവെസ്റ്റ്മെന്റിന് ചാൻസ് ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ആൾക്ക് അവരുടെ സ്കില്ലിനെ എക്സ്പാൻഡ് ചെയ്യും. എവറി 5 years യുവർ സാലറി ഹാസ് ടു ബി ഡബിൾഡ്. എവറി 5 years 3 or 5 years സാർ? 5 3യും വന്നു 5യും വന്നു. 5 തന്നെ. 15,000 വാങ്ങുന്നാൽ എവറി 3 years ഡബിൾ ചെയ്യാം. അവർ ചെറിയ ആൾക്കാർ. വാട്ട് എവർ സാലറി ലെവൽ യു ആർ ഷുഡ് ബി ഡബിളിങ് യുവർ സാലറി എവറി 5 years. ഓക്കെ സാർ, നൈസ്. അത് നീ കമ്പനി നിനക്ക് കാശ് തരുന്നു എന്ന് പറഞ്ഞിട്ട് ഡബിൾ ചെയ്യാൻ പറ്റില്ല. അത് നിന്റെ സൈഡ് വ്യൂ ആയിരിക്കാം. ഈ കമ്പനിയിൽ തന്നെ നീ മോർ വാല്യൂബിൾ ആയിരിക്കാം. ഞാൻ ഡെവലപ്പ് അതർ ആൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇൻകം. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, ഒരാൾക്ക് എങ്ങനെയെങ്കിലും 7-8 സോഴ്സ് ഓഫ് ഇൻകം തീർച്ചയായിട്ടും ഇരിക്കണം. ഓക്കെ സാർ, ദിസ് ഈസ് ദി ആക്ച്വൽ ടേക്ക് അവേ ഓഫ് ദിസ് വീഡിയോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാർ. സാർ ഇൻക്രിമെന്റ് വരുന്ന സമയം അതിനെ ചെലവ് ചെയ്യണോ ഇല്ലെന്നാ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന ഒരു സംശയം എല്ലാവരും ഏസിക്കായിരിക്കും സാർ. ഒരു സക്സസ്ഫുൾ പേഴ്സണിന് 6-8 സോഴ്സ് ഓഫ് ഇൻകംസ് തീർച്ചയായിട്ടും ഇരിക്കണം. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. ഫൈൻ, ഇറ്റ്സ് ആക്ച്വലി ഐ ഓപ്പണിംഗ്. താങ്ക്സ് ഫോർ അഡ്വൈസ് സാർ. എന്നുവെച്ചാൽ സാർ ഇൻക്രിമെന്റ് കൂടുതലിരിക്കുന്നു കുറവായിരിക്കുന്നു ഈ തോട്ട് എല്ലാവർക്കും കോമൺ ആയിട്ടിരിക്കും. ഒരു മാസം എങ്ങനെയെങ്കിലും അത് മൈൻഡ് ഡിസ്റ്റർബ് ആക്കും. സ്ഥലത്ത് ഇരിക്കുന്ന ആൾക്കാരെ തന്നെ നോക്കിയിട്ട് ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്നത്. ഒരു 5 ഏക്കർ 10 ഏക്കറിൽ ഒരു തെന്നം വച്ചിരിക്കും. ഒരു 500 മരം ഇരിക്കും. 45 ദിവസത്തിന് ഒരു ദിവസം തേങ്ങ പറിക്കും. ഒരു 2-3 കട കെട്ടിവിട്ടിരിക്കും. ഇൻഫോർമൽ ഫൈനാൻസിൽ കൊടുത്തിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കും. ടെക്സ്റ്റൈൽ വെച്ച് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. സൈഡിൽ തേങ്ങ വിറ്റുകൊണ്ടിരിക്കും. 4 കട കെട്ടിവിട്ടിരിക്കും. ആ കടയിലിരുന്ന് കാശ് വന്നുകൊണ്ടിരിക്കും. ഇൻഫോർമൽ ഫിനാൻസിൽ നിന്ന് കാശ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ സോഴ്സസ് ഓഫ് ഇൻകമിന് സാർ പറയുന്നു ഏരിയ തന്നെ അതിന് ഒരു ആൻസറാണ്. ഫ്രം സേലം ടു കോയമ്പത്തൂർ. അതായത് അത് കാരണമാണ് ആ സ്ഥലങ്ങളൊക്കെ ഡെവലപ്പ് ആയത്. പോയി കണ്ടതിൽ പറയുന്നതാണിത്. ഏതൊരു അപ്പർ മിഡിൽ ക്ലാസ്സുകാരുടെ അടുത്ത് സംസാരിച്ച് അറിഞ്ഞതിൽ എല്ലാവർക്കും ഈ സോഴ്സ് ഇരിക്കും. ഒരു 2-3 കടയെങ്കിലും വച്ചിരിക്കും. 2-3 സ്ക്വയർ ഫീറ്റ് കടയെങ്കിലും വാടകയ്ക്ക് വിട്ടിരിക്കും. ഏറ്റാം നൂൽ വ്യാപാരമെങ്കിലും അവർ ചെയ്യും. ഇത് ചെയ്യും. തൊണ്ടെന്ന് പറയും, തേങ്ങെന്ന് പറയും, പുടവ എന്ന് പറയും. ഇതൊക്കെ അവർ കൈമാറ്റി വിട്ടുകൊണ്ടിരിക്കും. ഒഴിച്ചാൽ അവിടെ തെന്നമരം ഇരിക്കുന്നതെന്ന് പറയും. 45 days വന്നിട്ട് തെന്നമരത്തിൽ അതായത് തേങ്ങ ഇറക്കും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നു സാർ. നീ ഇതൊക്കെ ആഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിനക്കിപ്പോൾ ഇതൊക്കെ നിനക്ക് ഇനാക്കോസായിരിക്കും. ബട്ട് ഇതൊക്കെ നോക്കുവാണെങ്കിൽ 5-6 സോഴ്സ് ഓഫ് ഇൻകം ഇരിക്കും. ഇത് തന്നെ ഞാൻ പറയാൻ വന്നത്. ഓക്കെ സാർ, സോഴ്സ് ഓഫ് ഇൻകമിനെ ഇൻക്രീസ് ചെയ്യാൻ എന്തുണ്ടോ അതാണ് ഈ വീഡിയോയുടെ ടേക്ക് അവേ. വളരെ നന്ദി സാർ ഇത്രയും നേരം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന്. ആക്ച്വലി പറയാൻ പോയാൽ ഇന്നും 2-3 ചോദ്യങ്ങളുണ്ട്. അതിന് ഞാൻ അടുത്ത ആഴ്ച ചോദിക്കാം സാർ. നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.